ലണ്ടൻ കണ്ടു, പാരീസ് കണ്ടു, പക്ഷെ അവിടെയെങ്ങും ആത്മസംതൃപ്തിയില്ല. ചായക്കട ചേട്ടന്റെ സമൂസയാണ് എനിക്ക് പ്രിയങ്കരം. എന്റെ മോട്ടു, നിനക്ക് എവിടെ പോയാലും ഈ സമൂസയുടെ കാര്യം മാത്രമേ ഉള്ളൂ. രാവിലെ മുതൽ നമ്മുടെ ചിങ്കം സാറിനെ കാണുന്നില്ല. അതിനെ കുറിച്ച് ആലോചിക്കേ. അദ്ദേഹം എവിടേക്കാ പോയിരിക്കുന്നതെന്ന് ഒരു പിടിയില്ല. എന്റെ അമ്മ, ചിങ്കം മോട്ടു പത്ലു, ഇത് കണ്ടോ? ഞാൻ വാങ്ങിയിരിക്കുന്ന പുതിയ സ്റ്റൈലിഷ് മോട്ടോർ ബൈക്ക്. ഇതിൽ നമുക്ക് ലോകം മുഴുവനും കറങ്ങാം. പറയൂ, ആരാണ് എന്നോടൊപ്പം ലണ്ടൻ കറങ്ങാൻ വരുന്നത്? എന്റെ അമ്മോ, മോട്ടോർ ബൈക്ക് ഓട്ടോമാറ്റിക്കായി സ്റ്റാർട്ടായി പോയല്ലോ. സ്റ്റോപ്പ്! സ്റ്റോപ്പ്! എന്റെ അമ്മോ, ചിരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. എങ്ങോട്ടാ പോകുന്നത്? നിങ്ങളാരാ? ഞാൻ കിങ് അങ്കിളാണ്. പേടിക്കണ്ട, പേടിക്കണ്ട. ഞാൻ ഇംഗ്ലണ്ടിന്റെ കിങ് എഡ്വേർഡ് 1 ആണ്. ഞാൻ നിങ്ങള് ഒന്നും തന്നെ ചെയ്യില്ല. എന്റെ ഒരു കോട്ട ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊരു മ്യൂസിയമായി മാറിയിരിക്കുക. ഐ ഡോണ്ട് നോ, ഒരു ടൂറിസ്റ്റ് എവിടുന്നോ വന്ന് എന്റെ പരമ്പര സ്വത്തായ എന്റെ ഡയമണ്ടിനെ മോഷ്ടിച്ചിട്ട് പോയിരിക്കുന്നു. ആ ടൂറിസ്റ്റിന്റെ പേരാണ് കോപാരി. ഓ പാരിയോ, ഇതെന്ത് പേരാ? ഒരുപക്ഷെ ഇതാ കോപ്പടി ആയിരിക്കോ? കിങ് അങ്കിള്, നിങ്ങൾ പറഞ്ഞ ആളടുത്ത് ആംബുലൻസ് ഉണ്ടോ? യെസ് യെസ്, അയാൾ ആംബുലൻസിന്റെ പുറത്ത് ഇങ്ങനെ നിന്നുകൊണ്ടാണ് യാത്ര ചെയ്യണത്. സ്ട്രേഞ്ച് മാൻ. എന്റെ അമ്മോ, എന്ത് കോപ്പടി യൂറോ ട്രിപ്പിൽ വന്നിട്ടുണ്ടെന്നോ? നിങ്ങൾക്ക് അയാളെ അറിയോ? അവരാണ് എന്റെ പരമ്പര സ്വത്തായ ഡയമണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയത്. എന്റെ ഡയമണ്ട് തിരിച്ചെനിക്ക് കിട്ടാൻ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുവോ? ഡോണ്ട് വറി കിങ് അങ്കിൾ, ഞങ്ങൾ അവനെ പിടിച്ചിരിക്കും. നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷെ എങ്ങനെയാ അവനെ പിടിക്കുക? പത്ലു, നീ തന്നെ ആലോചിച്ച് പറ. ഐഡിയ. കിങ് അങ്കിൾ, ഇതിൽ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അല്ല, ഈ മോട്ടും പട്ടിലും ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ എന്നെ പിന്തുടർന്ന് നിർത്തില്ല അല്ലേ? അത് നമ്മളിപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിന്റെ അടുത്താണ്. ഒന്ന് വേഗം ഓടിക്ക്. മോട്ടു, വേഗം വിട്. ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അയ്യോ മമ്മി. എന്റെ അമ്മോ, നന്നായി, അവരുടെ ശല്യം അങ്ങ് ഒഴിഞ്ഞു. വണ്ടിയെടുക്ക് വേഗം. ഡോണ്ട് വറി, ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാരും വെളിയിലേക്ക് ഇറക്കാം. ദേ നോക്കിയേ, ആംബുലൻസ് വെള്ളത്തിലേക്കൂടെ ഓടുന്നു. ഇത് എന്തൊരു അതിശയാണല്ലേ? പോത്തുപോലെ കിടന്നു ഉറങ്ങലടാ, എണീക്ക്.
ഈ നട്ടപ്പാതിരക്ക് ആരോടാ ചിരിക്കുന്നത്? വേഗം ആരാന്ന് പോയി നോക്ക്, ചെല്ല്. ആ ഹെൽമെറ്റ് കാറ്റത്ത് പറന്നു വരുന്നു ബോസ്. അത് ആരുടെയും സഹായം ഇല്ലാണ്ട്. ഇത് മറ്റേത് തന്നെ. ഇത് മോട്ടും പിന്നെ അവന്റെ കൂട്ടുകാരനും അല്ലേ? നീ ഒറ്റൊരുത്തൻ കാരണമാടാ ഞാൻ ഭൂതമായി മാറിയത്. പൊളിച്ചല്ല, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഭൂതമായി മാറുന്നത്. ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാം, ഞങ്ങൾ മാത്രം ഇതിനെങ്ങനെ പ്രേതത്തിനെ പോലെ ഇരിക്കണം? ഈ കോപ്പിടിക്കും ചേർത്ത് നമ്മൾ മന്ത്രവാദം ചെയ്താലോ? നിങ്ങൾ പ്രേതമായിട്ട് എന്ത് ചെയ്യാ? എന്റെ അമ്മോ, ഭൂതമായി മാറിയ ഞങ്ങൾ ഇപ്പൊ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാണ്. നിങ്ങളെ ഭൂതമായി മാറ്റാൻ പോവാണ്. എന്റെ അമ്മോ. അല്ല, എങ്ങോട്ടാ രക്ഷപ്പെടാൻ നോക്കുന്നേ? ഏഷ്, അവിടെ നിൽക്ക്. വലിയേട്ടാ, പിന്നെ അവനെ പോയി പൊക്കിട്ട് വാ. ഇതിട്ടോളൂ, വരൂ. മമ്മി, ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പറക്കുന്നത്? ഞങ്ങളൊക്കെ എങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു അതുപോലെയാണ് നീയും ഇപ്പൊ പറന്നുകൊണ്ടിരിക്കുന്നത്. നിന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. മോട്ടു, നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? എന്തിനാ ഇങ്ങനെ പിന്തുടരുന്നത്? ഞങ്ങൾക്ക് ആ ഡയമണ്ട് വേണം, അത് നീയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഡയമണ്ടിന് വേണ്ടിയാണോ എന്നെ ഇങ്ങനെ ഭൂതമായിട്ട് മാറ്റിയത്? വീണ്ടും എന്നെ പഴയതുപോലെ മാറ്റോ, പ്ലീസ് 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 പ്ലീസ്. ആ ഡയമണ്ട് എങ്കിൽ തിരിച്ചു തന്നേക്ക്, എല്ലാം ശരിയാക്കി തരാന്നേ. ഇന്നാ നിങ്ങൾ അന്വേഷിച്ചു വന്ന ഡയമണ്ട്. കിങ് അങ്കിള്, ഇന്നാ പിടിച്ചോ നിങ്ങളുടെ ഡയമണ്ട്. ആ ഡയമണ്ട് എങ്ങനെ കാറ്റത്ത് പറക്കുന്നത്? ഇത് ഇംഗ്ലണ്ടിലെ കിങ് ആണ്. ഇത് അദ്ദേഹത്തിന്റെ ഡയമണ്ടുമാണ്. നീ ഇപ്പൊ അദ്ദേഹത്തിന് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. മോട്ടു, എനിക്ക് തോന്നുന്നത് കോപ്പിടി ഭൂതമായതല്ല, അവൻ ഇപ്പോഴും മനുഷ്യൻ തന്നെയാണ്. നിനക്കതെങ്ങനെ അറിയാം? കാരണം പുതിയതായി ഭൂതങ്ങളായി മാറുന്നവർക്ക് അവരുടെ കൈകൊണ്ട് ഒന്നും പിടിക്കാൻ കഴിയുന്നതല്ല. അവൻ ആ ഡയമണ്ട് പിടിച്ചതല്ലേ? അതിനർത്ഥം എന്താന്ന് വെച്ചാൽ അവൻ ഇനിയും ഭൂതമായിട്ടില്ല. എന്ത്? ഞാൻ പ്രേതമായിട്ട് മാറിയിട്ടില്ലേ? എങ്കിൽ ശരി, ഞാനൊന്ന് അവന് നല്ലപോലെ ഇടിച്ചു നോക്കട്ടെ. അവനെങ്ങാനും വേദനിച്ചാൽ അവൻ മനുഷ്യൻ തന്നെയാണ്, ഇല്ലെങ്കിൽ ഭൂതം. ഒരു പക്ഷേ ഇവൻ മനുഷ്യനാണെങ്കിൽ ഇവന് വീണ്ടും കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. വേണ്ട വേണ്ട, ഞാൻ പ്രേതം തന്നെയാ. ഞാൻ പ്രേതം തന്നെയാ. വേണ്ട വേണ്ട എന്താ കോമഡി ഭായ്, സത്യമായിട്ട് ഭൂതം വല്ല ആയോ? വേദന ഒന്നും എടുക്കണില്ലേ? എനിക്ക് വേദന സഹിക്കുന്നില്ല. പക്ഷെ ഞാനിപ്പോ ഉച്ചയാക്കിയ ഇവര് വീണ്ടും പ്രേതമാക്കല്ലോ. വേഗം നടക്ക്, കൂടുതൽ അടി വാങ്ങാനായിട്ട് ഇപ്പൊ ജയിലിലേക്ക് വിട്ടോളൂ. ജയിലോ? എന്താ പ്രേതങ്ങൾക്കും ജയിലൊക്കെ ഉണ്ടോ? അതിന് ഞങ്ങളും ഭൂതങ്ങളല്ല, നീയും ഭൂതമല്ല. ചേട്ടാ, എന്റെ സുഹൃത്തെ, എന്റെ ബ്രോ, വായ തുറക്കല്ലേ, ഈച്ചകത്ത് പോകും. ഞങ്ങളുടെ ഹെൽമെറ്റ് കാരണമാണ് ഞങ്ങൾ എല്ലാവരും പറന്നുകൊണ്ടിരുന്നത്. ഇതിൽ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് കാരണമാണ് ഞങ്ങൾ എല്ലാവരും കുറച്ച് സമയത്തേക്ക് ഇൻവിസിബിൾ ആയത്. അതെ. താങ്ക് യു മോട്ടു പാത്ലു. ഇപ്പൊ ഞാൻ പോവുകയാണ്. ബൈ 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 ബൈ. ബൈ ബൈ.
Watch India's largest kids library only on Jio Hotstar. Download the app now.